കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ 10 പ്രതിപക്ഷ ട്രേഡ് യൂണിയൻ്റെ നേതൃത്വത്തിലുള്ള ദേശീയ പണിമുടക്ക് ആരംഭിച്ചിരിക്കുകയാണല്ലോ. കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി താലൂക്കിൽ കടകമ്പോളങ്ങളെല്ലാം അടഞ്ഞുകിടക്കുകയാണ്. വിവിധ ട്രേഡ് യൂണിയൻ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ മാർച്ച് മല്ലപ്പള്ളിയിൽ നടന്നു. മല്ലപ്പള്ളിയിലെ വളരെ കുറച്ച് സ്വകാര്യ വാഹനങ്ങളാണ് ഇപ്പോൾ നിരത്തുകളിലുള്ളത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇന്നത്തെ ഒരു സമരത്തിൻ്റെ ലക്ഷ്യം എന്താണ്? മല്ലപ്പള്ളി പട്ടണത്തിൻ്റെ ഇന്നത്തെ ഒരു പ്രതിഷേധത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? അല്ല, ഇത് രാജ്യവ്യാപകമായി നടക്കുന്ന ഒരു പ്രതിഷേധമാണ്. എല്ലാ മേഖലയിലും അടിസ്ഥാന വർഗത്തെ മറന്നുകൊണ്ടുള്ള ഒരു രീതി മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ തൊഴിലവകാശങ്ങളെന്നൊക്കെ പറയുന്ന എത്രയോ കാലത്തെ ദീർഘമായ സമരങ്ങളുടെ അടിസ്ഥാനത്തിൽ നേടിയെടുത്തതാണ്. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം എന്നൊക്കെ പറയുന്ന അത്തരം കാര്യങ്ങളെല്ലാം അവഗണിക്കപ്പെടുകയാണ്. ഇപ്പോൾ നമുക്ക് IT പ്രൊഫഷണൽസ് തന്നെ അറിയാമല്ലോ. ഇപ്പോൾ ജോലി സമ്മർദ്ദം കൊണ്ട് മരണപ്പെട്ട കുട്ടികളുണ്ട്, ആത്മഹത്യ ചെയ്ത ആളുകളുണ്ട്. അടുത്ത കാലത്ത് ഇത്തരത്തിൽ 2 സംഭവം ഉണ്ടായി. അന്ന എന്ന് പറയുന്ന ഒരു കുട്ടി പൂനെയിൽ വെച്ച് മരിച്ച സംഭവം നമ്മൾ കണ്ടു. എറണാകുളം ജില്ലയിൽ ഒരു ചെറുപ്പക്കാരൻ ഒരു പരമാവധി ആളുകളെ ചൂഷണം ചെയ്യുക എന്നുള്ള നിലയിലേക്ക് സംവിധാനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ ഇന്നലകളിലെ വലിയ നേട്ടങ്ങളും ആ നേട്ടങ്ങളിലൂടെ ആർജിച്ചെടുത്ത ആസ്തിയും സമ്പാദ്യങ്ങളുമൊക്കെ വിറ്റഴിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. സ്വകാര്യ മുതലാളിമാർക്ക് ഏത് തരത്തിലും ആളുകളെ ചൂഷണം ചെയ്യാം, തൊഴിലാളികളെ ചൂഷണം ചെയ്യാം എന്നുള്ള നിലയിലേക്ക് വരുന്നു. അതിനെതിരായി അതിശക്തമായ പ്രതിരോധം ഉയർന്നു വരണം. എല്ലാ വിഭാഗം ആളുകളും ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യമാണ്. ഹർത്താലായിട്ട് എങ്ങനെയാണ് ഇന്നത്തെ ദിവസം? ഇന്നത്തെ ദിവസം ഫുൾ ഹർത്താലായിട്ടാണ്. മല്ലപ്പള്ളി എങ്ങനെ ബാധിച്ചിട്ടുണ്ട്? മല്ലപ്പള്ളിയെ നല്ലപോലെ ബാധിച്ചിട്ടുണ്ട് ഉണ്ടല്ലേ? എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും അടവാണ്. ആണല്ലേ? ഇപ്പം എങ്ങോട്ട് പോവുക? ഇപ്പം ഞങ്ങൾ പ്രകടനം നടത്താം. എന്താ പറയുന്നത് ഹർത്താലിനെ കുറിച്ച്? പൊതുപണിമുടക്കായിട്ട് തന്നെയാണ്. മല്ലപ്പള്ളി നിശ്ചലമായി പോയി. എന്താണ് സമരത്തിൻ്റെ ലക്ഷ്യം? സമരത്തിൻ്റെ ലക്ഷ്യം തൊഴിലാളിയുടെ വർധനങ്ങളെല്ലാം കുറച്ചുകൊണ്ടിരിക്കുന്നു, അതെല്ലാം വെട്ടിക്കുറയ്ക്കുന്നു. അതിനെതിരെയാണ് സമരങ്ങൾ. ഈ രാജ്യത്തെ തൊഴിലാളി വർഗം നൂറ്റാണ്ടുകളായി സംഘടിക്കാനും അവർക്ക് സമരം ചെയ്യാനുമുള്ള അവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത തൊഴിലവകാശങ്ങളാകെ തന്നെ തിരിച്ചു പിടിക്കുകയും മാത്രമല്ല തൊഴിലാളി വർഗത്തിൻ്റെ നിലനിൽപ്പ് കൂടുതൽ അപകടത്തിലേക്ക് കൊണ്ടുപോവുകയും അവരുടെ ജീവിതം തകർക്കുകയും ചെയ്യുന്ന നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ തെറ്റായ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് ഈ പണിമുടക്ക്. കേന്ദ്ര ട്രേഡ് യൂണിയനുകളായ 10 യൂണിയനുകൾ ചേർന്ന് ഡൽഹിയിൽ കൂടി എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പണിമുടക്ക് നടക്കുന്നത്. ഈ രാജ്യത്ത് തൊഴിലാളികളുടെ വലിയ ഒരു ഉയർത്തെഴുന്നേൽപ്പ് അനിവാര്യമാണ്. ഈ രാജ്യത്തെ തൊഴിലാളികളെ പഴയ 100 വർഷത്തിനു പുറകിൽ കേരളത്തിലെ ജന്മിമാരുടെയും തമ്പ്രാക്കന്മാരുടെയും മുമ്പിൽ പണിയെടുത്തിട്ട് കിട്ടുന്ന വാങ്ങിക്കൊണ്ട് ഓച്ചാനിച്ച് നിൽക്കുന്ന ആ കാലഘട്ടത്തിലേക്ക് ഈ രാജ്യത്തെ തൊഴിലാളികളെ കൊണ്ടെത്തിക്കുന്ന പ്രാകൃതമായ തൊഴിൽ നിയമങ്ങൾ നടപ്പാക്കിക്കൊണ്ടുപോകുന്ന വരുന്ന BJPയുടെ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റിനെതിരെ ഇന്ത്യൻ തൊഴിലാളി വർഗം വീണ്ടും ഒരു വലിയ മുന്നേറ്റം നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പണിമുടക്ക് നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരായി, ജനദ്രോഹ നയങ്ങൾക്കെതിരായി, കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരായുള്ള അതിശക്തമായ പോരാട്ടങ്ങളുടെ തുടർച്ചയാണ് ഈ നടക്കുന്ന സമരം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന സംസ്ഥാനം കേരളമാണെങ്കിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലാത്ത ജനമുള്ള രാജ്യം ഇന്ത്യയായി മാറിയിരിക്കുകയാണ്. പുതിയ നയത്തിൻ്റെ ഫലമായി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഐതിഹാസികമായ പോരാട്ടങ്ങളിലൂടെ തൊഴിലാളികൾക്ക് ലഭിച്ച അവകാശങ്ങൾ ഒന്നൊന്നായി
ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് നിഷേധിക്കുകയാണ്. 8 മണിക്കൂർ എന്നുള്ളത് 12 മണിക്കൂറിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ തന്നെ ഒരാൾ 2 ദിവസം കൂടുമ്പോൾ ഒരാളുടെ ലേബർ കുറയുകയാണ്. തൊഴിൽ മേഖലയിൽ അത് വലിയ മാറ്റം ഉണ്ടാക്കുന്നതാണ്. പുതിയ ലേബർ കോഡ് നിലവിൽ വരുന്നതോടുകൂടി തൊഴിലാളികൾക്ക് ലഭിക്കുന്ന എല്ലാ സംരക്ഷണവും ഇല്ലാതാകുകയാണ്. തൊഴിലാളികളുടെ വഞ്ചനാ സമീപനം നമ്മൾ തിരിച്ചറിയുകയാണ് വേണ്ടത്. ഇത് നമ്മൾക്ക് വേണ്ടി മാത്രമല്ല, വളരുന്ന ഇനിയും ജനിക്കുന്ന തലമുറയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം. പഴയ കാലങ്ങളിൽ നടക്കുന്ന പണിമുടക്കങ്ങൾ തൊഴിലാളിയുടെ ഡിമാൻഡുകൾക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നെങ്കിൽ, കൂടുതൽ ഡിമാൻഡുകൾ ആവശ്യപ്പെട്ടിട്ടുള്ള പണിമുടക്കങ്ങളായിരുന്നെങ്കിൽ, ഇന്ന് നടക്കുന്ന പണിമുടക്കങ്ങളുടെ മുദ്രാവാക്യം ആ വലിയ ഉജ്ജ്വലമായ സമരത്തിലൂടെ നേടിയെടുത്ത അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമരങ്ങളാണ്. അങ്ങേയറ്റം തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള നിലപാടുകളും നയസമീപനങ്ങളുമാണ് കേന്ദ്രത്തിലെ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നയങ്ങൾ ഈ രാജ്യത്തെ തൊഴിലാളികളെ മാത്രമല്ല, രാജ്യത്തെ സമസ്ത മേഖലയിലുള്ള ആളുകളെയും ദോഷകരമായി ബാധിക്കുന്ന നയങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ മുദ്രാവാക്യങ്ങളോട് ആഭിമുഖ്യം പുലർത്തിക്കൊണ്ട് രാജ്യത്തെ വർഗ ബഹുജന സംഘടനകളാകെ ഈ പണിമുടക്കത്തിന് പൂർണ്ണമായ പിന്തുണ നൽകിക്കൊണ്ട് രാജ്യത്ത് വലിയ ഒരു പ്രതിഷേധം ഉയർന്നു വരുന്ന ദിവസത്തിൽ ആണ് നമ്മളിവിടെ നടത്തുന്നത്.